Good morning, Miss. Good morning. Good morning, Miss. Good morning. How are you? We are fine. Miss presented up. Yes. Mark your attendance. Marina and Halima. Okay. Let us start the lesson. Page number 145. Here, Bengal. Awadh and Hyderabad and Bengal are the three states were old Mughal provinces, and they became powerful and quite independent. The rulers of the states did not break their formal ties with the Mughal emperor. Now, Bengal. Bengal gradually broke away from Mughal control under Murshid Quli Khan, who was appointed as the Naib's deputy to the governor of the province. Bengal broke away from Mughal control under Murshid Quli Khan, who was appointed as Naib. Mughal emperors appointed the Murshid Quli Khan as Naib in Bengal. Mughal emperors appoint ചെയ്താണ് നൈബ് എന്ന ഒരു അധികാരത്തിൽ അപ്പോയിന്റ് ചെയ്തതാണ് ബംഗാളിലേക്ക് മുർഷിദ് ഖുലി ഖാനെ. പിന്നെ who is named deputy to the governor of the province. Although never a formal subedar, Murshid Quli Khan very quickly seized all the power. അദ്ദേഹത്തിനെ നൈബായിട്ട് നിയമിച്ചതാരാണ്? മുഗൾ എംപറേഴ്സ് ആണ്. പക്ഷേ അദ്ദേഹം ബംഗാളിലെ എല്ലാ പവറുകളും നേടിയെടുത്തു. അയാൾ കൈയടക്കി വെച്ചു. ആര്? മുർഷിദ് ഖുലി ഖാൻ. Okay, and went that office like the rulers of Hyderabad and Awadh. He also commanded the revenue administration of the state. അദ്ദേഹത്തിനെ ഒരു സുബേദാറായിട്ടാണ് നിയമിച്ചത്. പക്ഷേ പിന്നീട് ആ പ്രദേശത്തിന്റെ ബംഗാൾ എന്ന പ്രദേശത്തിന്റെ സർവാധികാരവും അദ്ദേഹം പിടിച്ചെടുത്തു. അവിടുത്തെ നികുതി അഡ്മിനിസ്ട്രേഷൻ അദ്ദേഹം കൈയടക്കി. Then, in an effort to reduce Mughal influence in Bengal, he transferred all Mughal Jagidars to Orissa and ordered a major reassessment to the revenue of Bengal. അദ്ദേഹം എന്ത് ചെയ്തു? അവിടെ മുഗൾ എംപറേഴ്സ് നിയമിച്ചിരുന്ന ജാഗീദാർസ് എന്ന് പറഞ്ഞാൽ person who collect land owners and they collect the revenues. അപ്പോൾ വരെ ജാഗീദാർസ് ആയിരുന്നു ആ പ്രദേശത്തെ
റവന്യൂ ടാക്സസ് ഒക്കെ കളക്ട് ചെയ്തിരുന്നത്. ഇദ്ദേഹം അധികാരം മെല്ലെ മെല്ലെ അധികാരത്തിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഇദ്ദേഹം എന്ത് ചെയ്തു? മുഗൾ അപ്പോയിന്റ് ചെയ്ത ജാഗിർദാർസിനെ എല്ലാം വേറെ സ്ഥലങ്ങളിലേക്ക് വിട്ടു. അതായത് ഒറീസയിലേക്കൊക്കെ വിട്ടതിന് ശേഷം ഈ മുർഷിദ് ഖുലി ഖാൻ അദ്ദേഹത്തിന്റെ കീഴിലുള്ള ആൾക്കാരെ അവിടെ നിയമിച്ചു. അപ്പോഴാർക്കായിരിക്കും കൂടുതൽ ഇൻഫ്ലുവൻസ് ആവുന്നത്? മുഗളിനാണോ ഈ ഖുർഷിദ് ഖാൻ ഖുലി ഖാനാണോ? മുർഷിദ് ഖുലി ഖാൻ ആയിരിക്കുമോ? Murshid Quli Khan. മുഗൾ എംപറേഴ്സ് വിട്ട റവന്യൂ അഡ്മിനിസ്ട്രേഷൻ ഓഫീസേഴ്സിനെ എല്ലാം വേറെ സ്ഥലങ്ങളിലേക്ക് വിട്ട് ഇദ്ദേഹത്തിന് അറിയാവുന്ന ആളെ അവിടെ റവന്യൂ അഡ്മിനിസ്ട്രേഷൻ ഓഫീസിലാക്കി. സോ in an effort to reduce Mughal influence in Bengal, he transferred all Mughal Jagirdars to Orissa and ordered a major reassessment of the revenue of Bengal. Revenue was collected in cash with great strictness from all zemindars. മുഗൾസിന്റെ ക്യാപിറ്റൽ എവിടെയായിരുന്നു? ഡൽഹി ആസ്ഥാനമായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ബംഗാളിലേക്കുള്ള അവര് അപ്പോയിന്റ് ചെയ്ത ജാഗീർദാർസ് ഒക്കെ ആയിരുന്നു അതിനു മുമ്പ് വരെയും ടാക്സസ് കളക്ട് ചെയ്തുകൊണ്ടിരുന്നത്, റവന്യൂ കളക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇദ്ദേഹം എന്ത് ചെയ്തു? ഇദ്ദേഹം നിയമിച്ച ആൾക്കാരെ റവന്യൂ കളക്ട് ചെയ്യാൻ വിട്ടു. അതുപോലെ വളരെ സ്ട്രിക്റ്റും ആയിരുന്നു റവന്യൂ കളക്ഷൻ. ഓക്കെ. As a result, many zemindars had to borrow money from bankers and money lenders. സ്ട്രിക്റ്റ് ആയതുകൊണ്ട് എന്താണ് സംഭവിച്ചു? സെമീന്ദാർസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ലാൻഡ് ഓണേഴ്സ് ആണ്, ഭൂജന്മികൾ എന്ന് പറയാം. ഒത്തിരി സ്ഥലങ്ങളും അതിൽ പണിയെടുക്കുന്നവരും ആ സ്ഥലങ്ങളുടെ അണ്ടർ കൺട്രോളിലുള്ളവര് സെമീന്ദാർസ്, അങ്ങനെയുള്ളവര് സെമീന്ദാർസ്. ഇപ്പൊ സെമീന്ദാർസിന്റെ അടുത്ത് അതുവരെയും സെമീന്ദാർസ് ഡയറക്റ്റ് ഒക്കെ റവന്യൂ കളക്ട് ചെയ്ത് പകുതി സെമീന്ദാർ എടുത്ത് ബാക്കി കുറച്ചൊക്കെ മുഗൾ എംപറേഴ്സിന് കൊടുക്കാറുള്ളൂ. പക്ഷെ ഇപ്പൊ എന്ത് സംഭവിച്ചു? ഇവര് മുർഷിദ് ഖുലി ഖാൻ സ്ട്രിക്റ്റ് ആയി റവന്യൂവിന്റെ കാര്യത്തിൽ. അപ്പോൾ ജമീന്ദാർസിന് അവരുടെ ലാൻഡിന്റെ വർക്ക് ഇപ്പം ഫ്ലഡോ ഡ്രൗട്ടോ അല്ലെങ്കിൽ ക്ലൈമറ്റിക് കണ്ടീഷൻ മൂലം കാർഷിക ഇതെല്ലാം നശിച്ചാലും ഇത്ര എമൗണ്ട് അവര് പേ ചെയ്യണമെന്ന് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഓർഡർ കൊടുത്തു. അപ്പോഴെന്ത് ചെയ്തു? സെമിൻഡാർസിന്റെ കയ്യിൽ പണമില്ലെങ്കിലും അവരെവിടുന്ന് വാങ്ങിച്ചു കൊടുക്കണം? മണി ലെൻഡേഴ്സിന്റെ അടുത്തുനിന്നോ ബാങ്കേഴ്സിന്റെ അടുത്തുനിന്നോ. കമ്പൽസറി ദേ വാണ്ട് ടു പേ ദ ടാക്സസ് ഓർ റവന്യൂസ്. As a result, many zemindars had to borrow money from bankers and money lenders. Those unable to pay were forced to sell their lands to a great zemindars. ആർക്കാണോ ജനങ്ങൾക്ക് ടാക്സ് റവന്യൂ പേ ചെയ്യാൻ പറ്റാത്തവരെന്ത് ചെയ്തു? അവരുടെ ലാൻഡ് സെമീന്ദാർസ് വിറ്റതിന് ശേഷം ആ മണി റവന്യൂ ആയിട്ട് അടച്ചു. അതായത് റവന്യൂ കളക്ഷൻ ഈസ് വെരി സ്ട്രിക്ട്ലി ഗോയിങ് ഓൺ ദാറ്റ് അണ്ടർ മുർഷിദ് ഖുലി ഖാൻ. The formation of regional state in 18th century, Bengal therefore led a considerable change amongst the zemindar. The close connection between state and bankers noticeable in Hyderabad and Awadh, as well as evident in Bengal under the rule of Alivardi Khan. Revenue collection is strict and going on the Murshid Quli Khan റവന്യൂ കളക്ഷൻ സ്ട്രിക്റ്റ് ആയിട്ട് നടന്നപ്പോൾ അവിടെയുള്ള സെമീന്ദാർസ് കമ്പൽസറി ആയിട്ട് റവന്യൂ ടാക്സ് അടയ്ക്കേണ്ടത് വന്നുകൊണ്ട് അവരെന്ത് ചെയ്തു? അവരുടെ മണി ലെൻഡേഴ്സിൽ നിന്നും ബാങ്കുകളിൽ നിന്നും കടമെടുത്ത് റവന്യൂ പേ ചെയ്തു. അപ്പോഴെന്ത് സംഭവിച്ചു? അവിടെ ക്ലോസ് കണക്ഷൻ ബിറ്റ്വീൻ ദ സ്റ്റേറ്റ് ആൻഡ് ദ ബാങ്കേഴ്സ്. ഒത്തിരി ബാങ്കേഴ്സ്, അതായത് വട്ടിപ്പലിശക്കാർ,
അറിയാവോ? പലിശ കൊടുത്ത് പണം കൊടുക്കുന്നവര് ഒത്തിരി ഉണ്ടായി. കാരണം നല്ലൊരു ബിസിനസ്സായി. കാരണം എന്താണ്, റവന്യൂ അടയ്ക്കുക എന്നുള്ളത് ഭയങ്കര സ്ട്രിക്റ്റ് ആക്കി. അപ്പം ആളുകളുടെ കയ്യിൽ പണമില്ലെങ്കിലും എവിടുന്നെങ്കിലും ആക്കുക. അപ്പൊ അവരെന്ത് ചെയ്തു? ബാങ്കേഴ്സിന്റെ അടുത്തും മണി ലെൻഡേഴ്സിന്റെ അടുത്തും പോയിട്ട് കടം വാങ്ങി ഈ റവന്യൂ അടച്ചു. Evident the Bengal under the rule of Alivardi Khan during his reign, banking house of Jagat Seth became extremely prosperous. Who is Jagat Seth? He was a money lender in Bengal who became the first man to thinking about banking system. അതായത് ആദ്യമായിട്ട് ഒരു ബാങ്കിങ് സിസ്റ്റത്തെ കുറിച്ച് ചിന്തിച്ച ഒരാളാണ് ജഗത് സിംഗ്. ജഗത് സേത്ത്. ഹി വാസ് എ മണി ലെൻഡർ. അപ്പോൾ ആ പ്രദേശം ബംഗാളിലുള്ള ആളുകളിൽ മണി ലെൻഡേഴ്സ് കൂടുതലായി വന്നു. അവര് വളരെ പ്രോസ്പെറസ് ആയി. എന്തുകൊണ്ടാ? ആളുകളെല്ലാം ഇവരുടെ അടുത്ത് നിന്ന് പണം കടം വാങ്ങുന്നു അല്ലേ? So the first banking house of Jagat Seth became extremely prosperous. Jagat Seth ഇപ്പോഴത്തെ ബാങ്കുകളുടെ ആദ്യത്തെ രൂപമായിരുന്നു ജഗത് സേത്ത് സ്റ്റാർട്ട് ചെയ്ത ബാങ്കിങ് സിസ്റ്റം. ഓക്കെ, ഇപ്പൊ ഇഷ്ടംപോലെ ബാങ്കുകൾ ഉണ്ടല്ലേ? പക്ഷെ അന്നത്തെ കാലത്ത് ആദ്യത്തെ ബാങ്ക് ആയിരുന്നു ജഗത് സേത്ത് സ്റ്റാർട്ട് ചെയ്ത ബാങ്കിങ് ഹൗസ്. ഓക്കെ, if we take a bird eye view, what is bird eye view? Close look. We can detect three common features among these states. നമ്മള് കറക്റ്റ് ആയിട്ട് ക്ലോസ് ആയിട്ട് നോക്കിയാൽ അവധ്, ഹൈദരാബാദ് ആൻഡ് ബംഗാൾ, ഈ 3 സ്റ്റേറ്റ്സിലും ഒരു കോമൺ ഫീച്ചേഴ്സ് ഉണ്ട്. There are 3 common features among these states. First, though many of the largest states were established by erstwhile Mughal nobles, they were highly suspicious of some of the administrative systems that they had inherited, in particular Jagidari system. അതായത് ഫസ്റ്റ് കോമൺ ഫീച്ചർ ഈസ് മെനി ലാർജർ സ്റ്റേറ്റ്സ്. അന്ന് ഒത്തിരി കിങ്ഡംസ് ഉണ്ട്. അതിൽ തന്നെ നമ്മൾ പഠിക്കുന്നത് ഏതാണ്? 3 പ്രൊവിൻസസ് ആണ്, ഹൈദരാബാദ്, അവധ് ആൻഡ് ബംഗാൾ. Then they were established by erstwhile means destroyed Mughal nobles. They were highly suspicious of some administrative systems that they had inherited, in particularly Jagirdari system. Jagirdari system എന്ന് പറഞ്ഞാൽ, what is Jagirdari system? In last lesson also I said Jagirdari system. Who can say Jagirdari? revenue collecting. Land revenue collecting numbers. Okay. ആ ജാഗീർദാരി സിസ്റ്റം ഇൻഹെറിറ്റഡ് ആയിരുന്നു മുഗൾ എംപറേഴ്സ്. അതായത് സപ്പോസ് നമ്മുടെ വാടിച്ചാലില് ഇപ്പൊ ശ്രീവിഷ്ണുവിനെ ജാഗീർദാറായിട്ട് മുഗൾ എംപറർ നിയമിച്ചു. അപ്പം ജാഗീർദാറായി അദ്ദേഹം ശ്രീവിഷ്ണുവിന് ഇഷ്ടമുള്ളിടത്ത് പോയിട്ട് ഇഷ്ടമുള്ള മണി കളക്ട് ചെയ്യും. അതിൽ ഇഷ്ടമുള്ള മണിയെ എംപറേഴ്സിന് കൊടുക്കാറുള്ളൂ അല്ലേ? ഇപ്പം ശ്രീവിഷ്ണു സപ്പോസ് ചെറുപുഴയിലെ ഒരു ഹെഡായിട്ട് നിയമിച്ചു, അതായത് ടാക്സ് കളക്ട് ചെയ്യാൻ. അപ്പൊ ചെറുപുഴ, പുളിഞ്ഞം, പാടിച്ചാലിലെല്ലാം ശ്രീവിഷ്ണു കളക്ട് ചെയ്യും. ശ്രീവിഷ്ണുവിന് ഇഷ്ടം അറിയുന്നവരും ഇഷ്ടമുള്ളവരുടെ അടുത്ത് ചെല്ലുമ്പോൾ, ഇപ്പൊ അമ്മയുടെ കടയിലൊക്കെ ചെല്ലുമ്പോൾ ശ്രീവിഷ്ണു പറയും ടാക്സ് വേണ്ട കേട്ടോ അല്ലേ? ഇഷ്ടമുള്ളവരുടെ അടുത്ത് ചെല്ലുമ്പോൾ കുറച്ച് പൈസ മേടിക്കും, അല്ലെങ്കിൽ ചിലരോട് കൂടുതൽ പൈസ. അതെല്ലാം കളക്ട് ചെയ്തിട്ട് ശ്രീവിഷ്ണു എന്ത് പറയും? ആളുകളൊന്നും കൊറോണ ആയതുകൊണ്ട് പൈസ ഒന്നും തരുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ശ്രീവിഷ്ണുവിന് ഇഷ്ടമുള്ള ഒരു എമൗണ്ട് ചെറുപുഴയില് ഓഫീസിൽ അടയ്ക്കും.
അങ്ങനെയായിരുന്നു ജാഗിദാർ സിസ്റ്റത്തിലും നടന്നിരുന്നത്. അവര് ഓരോ പ്രദേശത്തെ റവന്യൂ കളക്ട് ചെയ്യും, പക്ഷെ അവരുടെ ഇഷ്ടത്തിനുള്ള കുറച്ച് എമൗണ്ട് അവർ പേ ചെയ്യും. മിസ്സേ ടോട്ടൽ ആയിട്ട് പറഞ്ഞ തട്ടിപ്പ്. തട്ടിപ്പ്, മണി തട്ടിപ്പ്. അത് തന്നെയായിരുന്നു ജാഗിദാർ സിസ്റ്റം. അപ്പം ഇവരെന്ത് ചെയ്തു? ഈ ഹൈദരാബാദ്, അവധ് ആൻഡ് ബംഗാൾ പ്രൊവിൻസസിൽ ഈ ഉയർന്നു വന്ന ഈ ഫൗണ്ടേഴ്സ് എന്ത് ചെയ്തു? ജാഗിദാർ സിസ്റ്റം നിർത്തലാക്കി. ഇൻഹെറിറ്റഡ് ഇൻ പർട്ടിക്കുലർ ജാഗിദാർ സിസ്റ്റം ആയിരുന്നു അത്. നിർത്തലാക്കി എന്ന് പറഞ്ഞാൽ അതിന്റെ അവരുടെ എന്താ പറയണ്ടേ, അവരുടെ ആ ഇത് വളരെ കുറച്ചു, അധികാരം കുറച്ചു. ദ സെക്കൻഡ്, അടുത്തതായിട്ട് അവരെന്ത് ചെയ്തു? ഈ 3 പ്രൊവിൻസസിലും സെക്കൻഡ്, ദർ മെത്തേഡ് ഓഫ് ടാക്സ് കളക്ഷൻ ഡിഫേർഡ്. Rather than relying upon the officers of the state, all 3 regimes contracted with revenue farmers for the collection of revenue. They practiced ijaradari and through disapproved by the Mughals. Then ijaradari nammal already പഠിച്ചതാണല്ലോ എവിടെയോ. Then their method, whose method, these 3 provinces tax collection is different. Rather than relying upon the officers of state, all 3 regimes contracted with revenue farmers. They contracted with the revenue farmers. Who are revenue farmers? Page number 144, last paragraph. Look, last paragraph, page number 144. The state depended on local bankers and magazines for loan. It sold the right to collect tax to the highest bidders, these revenue farmers. Revenue farmers or jadaras. Revenue farmer agreed to pay the state a fixed sum of money. Average in the revenue farmers ഒരു ഫിക്സഡ് എമൗണ്ട് അവര് ആദ്യം പേ ചെയ്തു, അതിനുശേഷം ജനങ്ങളിൽ നിന്നും കളക്ട് ചെയ്തു. ഓക്കെ, ദിസ് spread all over India in the 18th century. Their impact on the countryside differed considerably. The third common feature in all these regions states was their emerging relationship with rich bankers and merchants. പിന്നീടുള്ള കോമൺ ഫീച്ചർ ആണ് ഈ 3 സ്റ്റേറ്റ്സുകളിലും ബാങ്കേഴ്സ്, റിലേഷൻഷിപ്പ് വിത്ത് റിച്ച് ബാങ്കേഴ്സ് ആൻഡ് മർച്ചന്റ്സ്. എന്തുകൊണ്ടാണ് മർച്ചന്റും ബാങ്കേഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടായത്? പറയാമോ? എന്തുകൊണ്ടാ റിലേഷൻഷിപ്പ് ഉണ്ടായത്? അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായത്? കടം മേടിക്കാൻ. ഫാമേഴ്സിന് ചിലപ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടാവും, അവരുടെ കൃഷി നശിക്കും. ചിലപ്പം ഡ്രൗട്ട് ഉണ്ടാവും, അവരുടെ കൃഷി നശിക്കും. അങ്ങനെ അപ്പോൾ കൃഷിയെ നോക്കിയല്ല അവര് റവന്യൂ കളക്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴെന്ത് ചെയ്തു? ഇവര് കമ്പൽസറി ആയിട്ട് റവന്യൂ അടയ്ക്കേണ്ട വരുമ്പോൾ ഇവര് മണി ലെൻഡേഴ്സിനോട് കടം വാങ്ങാൻ തുടങ്ങി. സോ the third common feature in all these region states was their emerging relationship with the rich bankers and merchants. These are the 3 common features among these states. These people lend money to revenue farmers. Rich bankers എന്ത് ചെയ്യും? ആദ്യം മണി ഫാർമേഴ്സിന് പേ ചെയ്യും. Received land as security and collected tax. അതിന് പകരം പണം കൊടുത്തിട്ട് അവരെന്ത് ചെയ്യും? റിസീവ്ഡ് ലാൻഡ് അവര് കളക്ട് മേടിക്കും. ഒരു എന്താ, കളക്ടഡ് ടാക്സ് ഫ്രം ദീസ് ലാൻഡ്സ് ത്രൂ ദെയർ ഓൺ ഏജൻസ്. പിന്നീട് ആ പ്രദേശങ്ങള്, ആ സ്ഥലങ്ങള് കൃഷി ചെയ്യാനൊക്കെ കൊടുത്തതിന് ശേഷം
അവരുടെ ഏജൻസ് വന്ന് അവരിൽ നിന്നും ആ മണി കളക്ട് ചെയ്യും. Throughout India, the richest merchant and bankers were gaining a stake in the new political order. അങ്ങനെ ഈ 3 സ്റ്റേറ്റുകളിലും പുതിയൊരു പൊളിറ്റിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ, രാഷ്ട്രീയമായ ഒരു ഡിഫറൻസ് വന്നു. വാട്ട് ഈസ് പൊളിറ്റിക്കൽ ഓർഡർ, ബാങ്കേഴ്സ് ആൻഡ് മർച്ചൻസ്. നെക്സ്റ്റ്, വാട്ട് ആൻഡ് ജാഗീസ് ഓഫ് രജപുത്ത്. മനസ്സിലായോ ഈ 3 സ്റ്റേറ്റ്സുകളുടെ ഡിഫറൻസസ്? നെക്സ്റ്റ്, ദ വാട്ട് ആൻഡ് ജാഗീസ് ഓഫ് രജപുത്ത്. Many Rajput kings, particularly those belonging to Amber and Jodhpur, had served under the Mughals with distinction. In exchange, they were permitted to enjoy considerable autonomy in their Watan Jagirs. Who was Watan Jagirs? Person who collected tax from each village and gave them to the Mansabdars. Watan Jagirs, the person who collected tax from each village and gave them to the Mansabdars. Here, Rajput kings belong to Amber and Jodhpur provinces had served under the Mughals with distinction. In exchange, അതിന് പകരം എന്ത് ചെയ്തു? They were permitted to enjoy considerable autonomy in their Watan Jagirs. They were considerable autonomy. What is the meaning of autonomy? What is the meaning of autonomy? Autonomy എന്ന് പറഞ്ഞാൽ എന്താ? അറിയില്ലേ? ഓട്ടോണമി, സെൽഫ് ഗവൺമെന്റ്, സ്വയംഭരം, സെൽഫ് ഗവേണിംഗ്. ഓട്ടോണമി ഈസ് സെൽഫ് ഗവൺമെന്റ്. ഗവർണ്, സെൽഫ് അറിയത്തില്ലെങ്കിൽ അവിടെ എഴുതി വെക്ക്. സെൽഫ് ഗവേണിംഗ്, ഗവൺമെന്റ്, സെൽഫ് ഗവൺമെന്റ്. ഓക്കെ, അതായത് സ്വന്തമായി they were permitted to enjoy considerable autonomy in their Watan Jagirs. In the 18th century, these rulers now attempted to extend their control over adjacent regions. ഈ രജപുത് കിങ്സ് 18th സെഞ്ചുറിയിൽ അവരുടെ ആയ പ്രദേശങ്ങളിലെ വാട്ടാൻ ജാഗീർസുമായിട്ട് വാട്ടാൻ ജാഗീർസ് പേഴ്സൺ ഹു കളക്ടഡ് ടാക്സ്, അവരുമായി ഒന്നിച്ചതിന് ശേഷം പിന്നീട് എന്താ ചെയ്തത്? എക്സ്റ്റെൻഡ് ദർ കൺട്രോൾ ഓവർ ദ റീജിയൻസ്. അടുത്തുള്ള പ്രദേശങ്ങൾ കൂടി അവര് ഈ ജയ്പൂരും അംബറുമായിട്ട് ജോയിച്ചു പോകാൻ വേണ്ടി അവര് attempt ചെയ്തു. Okay, the rulers now attempted to extend their control over adjoining regions. Ajit Singh, the ruler of Jodhpur, was also involved in the factional politics. What is factional politics? Factional politics എന്ന് പറഞ്ഞാൽ വില്ലേജ് പൊളിറ്റിക്സ് ആണ്. ഒരു വില്ലേജ് ഉണ്ടാവും, അവിടുത്തെ ലീഡർ ആരായിരിക്കും? അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരാളായിരിക്കും. അദ്ദേഹം പറയുന്നതായിരിക്കും ആ വില്ലേജിലെ വേദവാക്യം. അയാൾ പറയുന്നത് തന്നെ നടക്കണം. അവിടെ പോലീസോ അങ്ങനെയുള്ളവരൊന്നും അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല അവർക്ക്. അപ്പം വിഭാഗീയ രാഷ്ട്രീയം എന്ന് പറയുമോ മിസ്സേ? അതല്ല, ഫാക്ഷണൽ നമ്മൾ ഈ സിനിമകളിലൊക്കെ കാണത്തില്ലേ, പ്രത്യേകിച്ചും തെലുങ്ക് അല്ലു അർജുനൊക്കെ സിനിമകളിൽ കാണാം അല്ലേ? ഫാക്ഷണൽ ലീഡേഴ്സ്.
ഒരു വില്ലേജും അതിൻ്റെ ഹെഡ് ഇദ്ദേഹമായിരിക്കും. ആ ലീഡർ പറയുന്നതായിരിക്കും അവിടെ എല്ലാം നടക്കുന്നത്. അവരെന്തൊക്കെ പറയുന്നു അതായിരിക്കണം. ഓക്കെ, ദാറ്റ് ഈസ് ഫാക്ഷണൽ അത് വില്ലേജ് പൊളിറ്റിക്സ്, ഫാക്ഷണൽ പൊളിറ്റിക്സ് അറ്റ് ദ മുഗൾ കോർട്ട്. These influential Rajput families claimed that Subedari of the rich provinces of Gujarat and Malwa. പിന്നീട് Rajput families, Rajput counts belonging to Amber and Jodhpur. Afterwards, they extended their control over the adjoining regions. This then the Ajit Singh, the ruler of Jodhpur, was also involved in the factional politics at the Mughal court. This Mughal courtile oru main leader ആയിരുന്നു, ആളായിരുന്നു അജിത് സിംഗ്. അദ്ദേഹം പറയുന്നതായിരുന്നു ആ കോർട്ടിൽ നടന്നിരുന്നത്. So this influence Rajput families claimed the Subedari of the rich provinces of Gujarat and Malwa. Raja Ajit Singh of Jodhpur held the governorship of Gujarat and Savai Raja Jai Singh of Amber was governor of Malwa. അവർ പറയുന്നതിനനുസരിച്ചായതുകൊണ്ട് എന്ത് ചെയ്തു? Rajput kings ആയ രാജ അജിത് സിംഗ് ജോധ്പൂർ held the governorship in Gujarat. ഗുജറാത്തിലെ ഗവർണർഷിപ്പ് കിട്ടുകയും അതുപോലെ സവായ് രാജ ജയ് സിംഗ് of Amber was governor of Malwa. These offices were renewed by Emperor Jahandar Shah in 1713. They also tried to extend their territories by seizing portions of imperial territories neighboring their watans. പിന്നീട് രാജപത് ജോധ്പൂറും അംബറും ഉൾപ്പെട്ട രജപത് കിങ്സ് എന്ത് ചെയ്തു? അതിന് തൊട്ടടുത്തുള്ള സ്ഥലങ്ങളും കൂടി കീഴടക്കാൻ തുടങ്ങി. സോ they extended their territories by seizing, പിടിച്ചെടുക്കുക, portions of imperial territories neighboring their watans. Nagaur was conquered and annexed the house of Jodhpur. അങ്ങനെ പിടിച്ചെടുക്കിയതിൽ നാഗൂർ was conquered and annexed, കൂട്ടിച്ചേർത്തു, to the house of Jodhpur, while Amber seized large portions of Bandi. Then അംബറിനോട് ജോധ്പൂരിനോട് ഏതാണ് കൂട്ടിച്ചേർത്തത്? നാഗൂർ. ആൻഡ് അംബറിനോട് ബണ്ടി എന്ന പോർഷൻസ് കൂടി കൂട്ടിച്ചേർത്തു. സവായ് രാജ ജയ് സിംഗ് founded his new capital at Jaipur. Then afterwards he founded his new capital at Jaipur. ജയ്പൂരിലേക്ക് മാറ്റുക അദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ. Then and given the Subedari of Agra in 1722. Maratha campaigns into Rajasthan from 1740. പിന്നീട് മറാത്ത is Rajasthan. Rajputs live in Rajasthan. Rajasthan, Amber and Jodhpur were the main provinces. Maratha campaigns into Rajasthan from the 1740s put severe pressure on these principalities and checked their further expansion. പിന്നീട് മറാത്ത കിങ്സ് എന്ത് ചെയ്തു? ഇവരുടെ ഈ എക്സ്റ്റൻഷൻ സ്റ്റോപ്പ് ആക്കി. ഇവര് വളരെ സ്ട്രോങ് ആയിട്ട് ഇവര് ഓരോരോ സ്ഥലങ്ങൾ ഇവര് പിടിച്ചെടുക്കുകയും അത് ഈ ജോധ്പൂറിനോടും അംബറിനോടും കൂട്ടിച്ചേർക്കുകയും ചെയ്തു. പിന്നീട് മറാത്ത കിങ്സ് വന്നതിന് ശേഷം ഇവരുടെ ഈ എക്സ്റ്റൻഷൻ നിർത്തലാക്കുകയും and checked their further expansion. Maratha campaigns into Rajasthan from 1740s put the severe pressure on these principalities and checked their further expansion. Next, seizing independence. മിസ്, ഈ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാ വികസിപ്പിക്കുക. അതായത് ഓരോ ഇപ്പം അംബറും ജോധ്പൂറും പറഞ്ഞ ഒരു ചെറിയ രണ്ട് പ്രൊവിൻസുകളായിരുന്നു.
പിന്നീട് എന്ത് സംഭവിച്ചു? അവര് തൊട്ടടുത്ത് കിടക്കുന്ന ആ കാലത്ത് ഒത്തിരി ചെറിയ ചെറിയ കിങ്ഡംസ് ഉണ്ടായിരുന്നു. ഓരോരോ ചെറിയ ചെറിയ രാജാക്കന്മാർ ഭരിച്ചിരുന്ന അല്ലെങ്കിൽ ലാൻഡ് ഓണേഴ്സ് ഭരിച്ചിരുന്ന സ്ഥലങ്ങൾ. അവരുടെ സ്ഥലങ്ങൾ കൂടി ഇവര് പിടിച്ചെടുക്കുകയാണ്. അങ്ങനെ കൂട്ടിച്ചേർത്താണ് ജോധ്പൂറിനോട് കൂട്ടിച്ചേർത്തത് എന്താണ്? നാഗൂറും ആൻഡ് അംബറിനോട് കൂട്ടിച്ചേർത്ത് ബണ്ടി. ഓക്കെ, മനസ്സിലായോ? ഓക്കെ മിസ്. ഇന്ന് ഞാൻ കുറേ എന്താ പറയണ്ടേ, മലയാളവും എക്സാമ്പിളും ഒക്കെ പറഞ്ഞു. എനിക്കറിയാം. ഓക്കെ.